Good morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷന്റെ സെക്കൻഡ് വീഡിയോ ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് അതിന്റെ ഓരോ ഡിവിഷൻ ആണ്. ദാറ്റ് ഈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിജൻ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ്, ഹാലജൻ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ്, സൾഫർ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ്, ഇങ്ങനെ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് എന്താണ് ഹാലജൻ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് എന്താണ് ഹാലജൻ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് റിയാക്ഷൻ എന്ന് നോക്കാം. സോ ഇതിനായിട്ട് നമുക്കൊരു ഡയാസ്റ്റീരിയോ ഐസോമറിക്ക് 3-bromo-2-butanol എടുത്ത് നമ്മൾ ഹൈഡ്രജൻ ബ്രോമൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2,3-dibromo-butane വിത്ത് റീടെൻഷൻ ഇൻ കോൺഫിഗറേഷൻ. നമുക്കറിയാം NGP റിയാക്ഷനിൽ ഇൻവേർഷൻ അല്ല സംഭവിക്കുന്നത്, മറിച്ച് എന്താണ് അവിടെ റീടെൻഷൻ ആണ്. ഈവൻ ദോ SN2 റിയാക്ഷൻ ഒക്കൂർ ചെയ്യുന്നെങ്കിലും ബിക്കോസ് അവിടെ 2 type of SN2 റിയാക്ഷൻസ് ആണ്. ദാറ്റ് ഈസ് ഇൻട്രാമോളിക്കുലറും ഉണ്ട്, ഇന്റർമോളിക്കുലറും ഉണ്ട്. ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് 2 intermolecular SN2 റിയാക്ഷൻസ്, 1 intramolecular SN2 ആൻഡ് 1 intermolecular SN2 റിയാക്ഷൻ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റീടെൻഷൻ ആയിരിക്കും. ഒരു ഇൻവേർഷൻ കഴിഞ്ഞു, പിന്നെ ഒരു ഇൻവേർഷൻ കൂടെ ആകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റീടെൻഷൻ ആണ്. സോ നമുക്ക് ഹാലജൻ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് എക്സാമ്പിൾ നോക്കാം. 3-bromo-2-butanol. ഇവിടെ ഫസ്റ്റ് എന്താണ് നടക്കുന്നത്? ഇൻട്രാമോളിക്കുലർ SN2 റിയാക്ഷൻ. ഇൻട്രാമോളിക്കുലർ ആണ് നടക്കുന്നത്. ഇത് ഹൈഡ്രജൻ ബ്രോമൈഡിന്റെ പ്രസൻസിലാണ്. അപ്പം ഇവിടെ ന്യൂക്ലിയോഫൈൽ ആദ്യം വന്നിട്ടില്ല, ഇത് സെക്കൻഡ് സ്റ്റെപ്പിലെ വരത്തുള്ളൂ. ഈ ഒരു ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ന്യൂക്ലിയോഫൈൽ ആണ്, സെക്കൻഡ് സ്റ്റെപ്പിലെ വരത്തുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താണ് ഇൻട്രാമോളിക്കുലർ SN2 റിയാക്ഷൻ ആണ്. അപ്പം ഇൻട്രാമോളിക്കുലർ നടക്കുമ്പോൾ ഇവിടെ നമുക്കൊരു 3-membered cyclic intermediate ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ഇങ്ങനെ വരും. ഇന്റർമോളിക്കുലർ SN2 റിയാക്ഷൻ, ഒരു ഇന്റർമോളിക്കുലർ SN2 റിയാക്ഷൻ നടക്കും ഹൈഡ്രജൻ ബ്രോമൈഡിന്റെ പ്രസൻസിൽ, HBrന്റെ പ്രസൻസിൽ, ഒരു എക്സ്റ്റേണൽ ന്യൂക്ലിയോഫൈലിന്റെ പ്രസൻസിൽ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിമെട്രിക് ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു റേസ്മിക് പ്രോഡക്റ്റ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ് അറ്റാക്ക് അവിടെ ബോത്ത് കാർബൺ ആറ്റത്തിലും എന്താണ് അറ്റാക്ക് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് അപ്പൊ ഈ ഒരു കാർബണിൽ അറ്റാക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്? Br CH3 H C CH3 H. നെക്സ്റ്റ് ഇനി ഈ കാർബണിൽ അറ്റാക്ക് നടക്കുന്നെങ്കിലോ Br CH3 H CH3. ഇങ്ങനെ ഒരു റേസ്മിക് പ്രോഡക്റ്റ് ആണ് ഈ ഒരു കേസിൽ കിട്ടുന്നത്. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ബ്രോമിൻ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് എക്സാമ്പിൾ കൂടാണ് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് വാട്ട് ഹാലജൻ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ്. So next one is oxygen as a neighboring group participant. Here in the case of this oxygen as a neighboring group participant, the hydroxyl group itself or alkoxy group can assist as a neighboring group participant. So methoxy groups, for example, is a methoxy group, that is 4-methoxyalkyl sulfonate. ഈ 4-methoxyalkyl sulfonate എടുത്ത് നമ്മളൊരു ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് കിട്ടും. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള N-butyl സൾഫണേറ്റുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള റിയാക്ഷനെക്കാട്ടിലും 4,000 ടൈംസ് ഫാസ്റ്റർ ആയിരിക്കും ഏത് ആ ഒരു ആദ്യം പറഞ്ഞ ആ ഒരു റിയാക്ഷൻ,
ദാറ്റ് ഈസ് ഈ ഒരു 4-മെഥോക്സി ആൽക്കൈൽ സൾഫണേറ്റ് നമ്മൾ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ ദാറ്റ് ഈസ് അവിടെ ഒരു നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ആൽക്കോക്സി ഗ്രൂപ്പിന് വീക്ക് ആൻറ്റിമറിക് അസിസ്റ്റൻസ് ആണ്. അങ്ങനെ വീക്ക് ആൻറ്റിമറിക് അസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഈ ആൽക്കോക്സി ഗ്രൂപ്പ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു സബ്സ്ട്രേറ്റിലെ കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് സബ്സ്റ്റാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ കാണിക്കുന്ന കേസും വരുന്നുണ്ട്. അപ്പം അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഓക്സിജൻ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പൻ്റ് ഉള്ളതിന് എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് 4-മെഥോക്സി ആൽക്കൈൽ സൾഫണേറ്റിനെ നമുക്ക് ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള നോർമൽ കേസ് കൺസിഡർ ചെയ്യാം. This is what 4-methoxy alkyl sulfonate. So ഈ 4-methyl alkyl sulfonate നമ്മൾ ഫസ്റ്റ് എന്താണ് ഇൻട്രാമോളിക്കുലർ റെസിഡ്യൂ റിയാക്ഷൻ നടത്തും. അപ്പം അറ്റാക്ക് ഇങ്ങനെ നടക്കും. ഇൻട്രായാണ് ഇവിടെ ഇൻട്രാമോളിക്കുലർ റെസിഡ്യൂ റിയാക്ഷൻ ഒക്കർ ചെയ്യുന്നത്. ഇവിടെ ഈ കേസിൽ നേരത്തെ നമ്മൾ ഹാലജന്റെ കേസ് പറഞ്ഞപ്പോൾ അവിടെ നമുക്കൊരു 3-മെമ്പേർഡ് റിംഗ് കിട്ടിയെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ഒരു 5-മെമ്പേർഡ് റിംഗ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് This is what the 5-membered ring. ഇനി ഇത് നമ്മൾ എന്തിന്റെ പ്രസൻസിലാണ് ആൽക്കഹോൾ. ഇനി അടുത്ത നടക്കുന്ന എന്താണ് ഇന്റർമോളിക്കുലർ റെസിഡ്യൂ റിയാക്ഷൻ. ഇന്റർമോളിക്കുലർ റെസിഡ്യൂ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു എക്സ്റ്റേണൽ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യണം. അപ്പം ഇവിടെ ആരാണ് എക്സ്റ്റേണൽ ന്യൂക്ലിയോഫൈൽ? ആൽക്കഹോൾ. നമ്മൾ ആൽക്കഹോളിന്റെ പ്രസൻസിലാണ് ഇതിനെ ഈ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ ആൽക്കഹോളിന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ഓൾറെഡി ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ് ഈ ഒരു കാർബൺ. അപ്പൊ ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള കാർബണിലല്ലേ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ എവിടെ വന്നിട്ട് അറ്റാക്ക് നടക്കും? അറ്റാക്ക് ഒക്കോസ് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ വരും? ഇവിടെ ഇന്റർമോളിക്കുലർ ആണ് ഒക്കർ ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഈ ഒരു റിങ്ങിനെ അങ്ങ് ഓപ്പൺ ചെയ്യിക്കും. ഈ ഒരു എക്സ്റ്റേണൽ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് റിങ്ങിനെ ഓപ്പൺ ചെയ്യിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് This is what our product is. അതായത് ഓക്സിജൻ ഒരു നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫോം ചെയ്യുന്ന ഒരു 5-മെമ്പേർഡ് സൈക്ലിക് ഇന്റർമീഡിയറ്റും അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രോഡക്റ്റും. ഇനി ഈ ഓക്സിജന് ആൽക്കോക്സി ഗ്രൂപ്പിന് വീക്ക് ആൻറ്റിമറിക് അസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബോക്സിലിക് ഗ്രൂപ്പ് സബ്സ്റ്റാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ കാണിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബ്രോമോ പ്രൊപ്യോനേറ്റ് ആനിയോണിനെ നമ്മൾ മെഥനോളിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽഫ മെഥോക്സി പ്രൊപ്യോനേറ്റ് ആനിയോൺ കിട്ടുന്നത്. ദാറ്റ് ഈസ് ആൽഫ ബ്രോമോ പ്രൊപ്യോനേറ്റ് ആനിയോൺ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൽഫ ബ്രോമോ പ്രൊപ്യോനേറ്റ് ആനിയോൺ. അപ്പം So this is what alpha bromo propionate anion. ഇവിടെ ഫസ്റ്റ് എന്താണ് ഒരു ഇൻട്രാമോളിക്കുലർ റെസിഡ്യൂ റിയാക്ഷൻ. ബിക്കോസ് ഇവിടെ എന്താണ് ഓക്സിജന് വീക്ക് ആൻറ്റിമറിക് അസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ കാർബോക്സിലിക് ഗ്രൂപ്പ് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. സോ ഇവിടെ എന്താണ് ഇൻട്രാമോളിക്കുലർ റെസിഡ്യൂ റിയാക്ഷൻ ഒക്കർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 3-മെമ്പേർഡ് സൈക്ലിക് ഇന്റർമീഡിയറ്റ് ആണ്. ദാറ്റ് ഈസ് അങ്ങനെ വരും ഒരു സൈക്ലിക് ഇന്റർമീഡിയറ്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഇന്റർമോളിക്കുലർ റെസിഡ്യൂ റിയാക്ഷൻ. ഇവിടെ എന്തിന്റെ പ്രസൻസിലാണ്? ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ എക്സ്റ്റേണൽ ന്യൂക്ലിയോഫൈൽ ആരാണ്? നമുക്ക് ഉള്ള ന്യൂക്ലിയോഫൈൽ ആരാണ്? CH3OH ദാറ്റ് ഈസ് മെത്തനോൾ ആണ്. അപ്പൊ CH3OH. അപ്പം ഇവിടെ ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള കാർബൺ ഏതാണ്? ഇതല്ലേ ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള കാർബൺ.
സോ ഈ ന്യൂക്ലിയോഫൈൽ ഇവിടേക്ക് വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പം ഇതൊരു ലാക്ടോൺ ഇന്റർമീഡിയറ്റ് ആയിരുന്നു. ഈ ലാക്ടോൺ ഇന്റർമീഡിയറ്റിനെ ഈ മെത്തനോൾ വന്ന് അറ്റാക്ക് ചെയ്ത് എക്സ്റ്റേണൽ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് റിങ്ങിനെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെ? ദാറ്റ് ഈസ് this is what our product is. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ആൽഫ മെതോക്സി പ്രൊപ്പിയോനേറ്റ് ആനയോൺ. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ഈ ഒരു കേസ് ഇവിടെ കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് ആണ് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താണ്? അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പിന് വീക്ക് ആൻഗീമറിക് അസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്താ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് NGP ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പം നേരത്തെ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞായിരുന്നു ഒരു സൈക്ലിക് ഇന്റർമീഡിയറ്റ് കാര്യമൊക്കെ പറഞ്ഞു. അതായത് മോർ എഫക്റ്റീവ് ആയിട്ടുള്ളത് എപ്പോഴാണ്? 3 മെമ്പേർഡ്, അതായത് സ്മോളർ ദ റിംഗ് മോർ ദ റിയാക്ഷൻ എന്നാണ് പറഞ്ഞത്. അപ്പം മറ്റേ എന്താണ് ആൽക്കോക്സി ഗ്രൂപ്പ് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് ആയിട്ട് വന്നപ്പോൾ നമുക്കൊരു 5 മെമ്പേർഡ് റിംഗ് ആണ് കിട്ടിയത്. അതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 3 മെമ്പേർഡ് റിംഗ് അല്ല. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? വീക്ക് ആൻഗീമറിക് അസിസ്റ്റൻസ്. ആൽക്കോക്സി ഗ്രൂപ്പിന് വീക്ക് ആൻഗീമറിക് അസിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ കാർബോക്സിലിക് ഗ്രൂപ്പിനെ റിയാക്ട് ചെയ്യിച്ചപ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു 3 മെമ്പേർഡ് സൈക്ലിക് ഇന്റർമീഡിയറ്റ് ആണ്. നെക്സ്റ്റ് സൾഫറസ് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ്. ഈ ആൽക്കോക്സി ഗ്രൂപ്പിനെ പോലെ തന്നെ ആർക്കും NGP ആയിട്ട് ആക്ട് ചെയ്യാം. ഈ പറയുന്ന സൾഫറിനും NGP ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഈ സൾഫർ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ആറ്റത്തിനെക്കാട്ടിലും മോർ പവർഫുൾ ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു റിയാക്ഷൻ സൾഫർ NGP ആയിട്ട് വന്നിട്ടുള്ള റിയാക്ഷൻ മോർ സ്ട്രോങ്ങർ ആയിരിക്കും. അതേപോലെ തന്നെ ഈ സൾഫർ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ ഈതേഴ്സ്. ഈതറുമായിട്ടുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോഴും മോർ എഫക്റ്റീവ് ആരാണ്? സൾഫറുമായിട്ടുള്ള സൾഫർ NGP ആയിട്ടുള്ള റിയാക്ഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് ഹൈഡ്രോളിസിസ്. അതായത് 2-chloro ഈഥൈൽ സൾഫൈഡിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് അതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു 1-chloro ഹെക്സൈനെ ഹെക്സനോൾ ആയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് വരുന്ന റിയാക്ഷൻ ഈ ഒരു റിയാക്ഷനെക്കാൾ 10⁻³ ടൈംസ് ഫാസ്റ്റർ ആണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഏതിന്റെ? ഈ 2-chloro ഈഥൈൽ സൾഫൈഡിനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്ന ആൽക്കഹോളായിട്ട് ഹൈഡ്രോളിസിസ് വഴി ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ 10⁻³ ടൈംസ് ഫാസ്റ്റർ ആണ്. അതായത് NGP ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? റേറ്റ് ഇൻക്രീസ് ചെയ്യും. ആ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഡിഫറൻസ് ആണ് കാണിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം സൾഫർ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ്. സോ എന്താണ്? 2-chloro ഈഥൈൽ സൾഫൈഡ്. സോ ദിസ് ഈസ് 2-chloro ഈഥൈൽ സൾഫൈഡ്. അപ്പം ഇവിടെ എന്താ നടക്കുന്നത്? ഫസ്റ്റ് ഇൻട്രാമോളിക്കുലാർ നടക്കും. ഇവിടെ നമുക്കൊരു 3 മെമ്പേർഡ് സൈക്ലിക് ഇന്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു സൈക്ലിക് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഇനി നെക്സ്റ്റ് എന്താണ്? ഇന്റർമോളിക്കുലാർ SN2 നടക്കും. ഇന്റർമോളിക്കുലാർ SN2 നടക്കുമ്പോൾ ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ ആണ്, വാട്ടർ ആണ്. ബിക്കോസ് ഇവിടെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യും, കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് ഹൈഡ്രോളിസിസ് ചെയ്യുക. അപ്പൊ ഇവിടെ H2ന്റെ പ്രസൻസിൽ എന്താണ്? ഈ റിങ്ങിനെ വന്ന് ഇത് ഓപ്പൺ ചെയ്യും. റിങ്ങിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയാ? കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ 2-chloro ഈഥൈൽ സൾഫൈഡിനെ നമ്മൾ ഈ റിയാക്ട് ചെയ്ത് ഇതെന്ന് പറയുന്നത് 10⁻³ ടൈംസ് ഫാസ്റ്റർ ആണ്. എന്തിനെക്കാട്ടും 1-chloro ഹെക്സൈനെ ഹെക്സനോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്
കാരണം 10⁻³ ടൈംസ് ഫാസ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് 3 പഠിച്ച ഏതൊക്കെയാണ്? ഹാലജൻ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ്, ഓക്സിജൻ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് ആൻഡ് സൾഫർ ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ്. അതിനകത്ത് ഹാലജനും ഓക്സിജനും എന്താണ് അത് 3 മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്തത്. റിയാക്ഷൻ ഈസ് മോർ എഫക്റ്റീവ്. അതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞു. ഓക്സിജന്റെ കാര്യത്തിൽ വന്നപ്പോൾ എന്താണ് ആൽക്കോക്സി ഗ്രൂപ്പ് വീക്ക് ആൽഗിമറിക് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ആ കേസുകളിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബോക്സിലിക് ഗ്രൂപ്പ് വന്നിട്ട് എന്താണ് റിയാക്ഷൻ അസിസ്റ്റ് ചെയ്യും. അപ്പം ഈ 3 ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് ആസ് എ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ അരോമാറ്റിക് റിംഗ് ഉണ്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത് കൺസെപ്റ്റ് എല്ലാം മനസ്സിലായെങ്കിൽ, നന്നായിട്ട് അണ്ടർസ്റ്റുഡ് ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.